എത്രയോ നിരപരാധികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ നേരെ വിഷം കാർക്കിച്ചു തുപ്പുന്ന ഒരു ജീവിയുണ്ട് നമുക്ക് ചുറ്റും. ആരാണവർ? അതെ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. നമ്മുടെ ശശികല ടീച്ചർ പറയുന്നത് ഇപ്രകാരമാണ്. ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥത്തെപ്പറ്റി കേരളത്തിന്റെ പ്രിയങ്കരിയായ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഇവർ ജിഹാദിനെ പറ്റി കുറച്ച് വാക്കുകൾ ഇവിടെ സംസാരിച്ചു. ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്. ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥത്തെപ്പറ്റി ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഇവർ ജിഹാദിനെ പറ്റി കുറച്ച് വാക്കുകൾ ഇവിടെ സംസാരിച്ചു. അത് നമ്മുടെ ശശികല ടീച്ചറിന് ബോധിച്ചില്ല. അതിന് ഉടനെ തന്നെ ഉരുളക്കുപ്പേരി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അതിന് മറുപടി കൊടുത്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഇപ്രകാരം: മുസ്ലിങ്ങളുടെ വേദവ്യാസനായ സഹീഹുൽ ബുഖാരി 1200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജിഹാദ് എന്ന വാക്കിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ദിവ്യ അയ്യർ, നിങ്ങൾ ഭർത്താവിന് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി ജിഹാദിനെ വെള്ളപൂശണ്ട എന്നാണ് നമ്മുടെ ശശികല ടീച്ചർ പറയുന്നത്. എന്താണ് ജിഹാദ്? വളരെ വ്യക്തമായി തന്നെ ദിവ്യ അയ്യർ പറയുന്നുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം. നമ്മൾ ഒന്നിനു വേണ്ടി ശ്രമിക്കുക. ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരു നിരപരാധി സ്വന്തം ന്യായത്തിന് വേണ്ടി പോരാടുക, ശ്രമിക്കുക, പരിശ്രമിക്കുക, ഇതിനെയാണ് ജിഹാദ്. അപ്പോൾ ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? തീവ്രവാദം എന്നല്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം. സ്വന്തം ന്യായത്തിന് വേണ്ടി, ന്യായം നിഷേധിക്കപ്പെട്ടവൻ ന്യായത്തിന് വേണ്ടി പോരാടുന്നതിന് ജിഹാദ് എന്ന് പറയും. അപ്പോൾ ജിഹാദിന്റെ അർത്ഥം എന്താണ്? പരിശ്രമം, ശ്രമിക്കുക. ഇവരൊക്കെ ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റുമോ? ജാമിദ ടീച്ചർ, ശശികല ടീച്ചർ, പിന്നെ ശശികല ടീച്ചർ ഒന്നുകൂടെ ഇവിടെ പറയുന്നുണ്ട്. ജിഹാദിനെ പരാമർശിക്കുന്ന ഒരു ആയത്ത് സൂറത്തുൽ തൗബയിലെ 9-ാമത്തെ അധ്യായം 49-ാമത്തെ വാക്യം അവർ ഇപ്രകാരം പറയും: എനിക്ക് യുദ്ധത്തിന് പോകാതിരിക്കാൻ സമ്മതം തരണേ, എന്നെ കുഴപ്പത്തിലാക്കരുതേ എന്ന് പറയുന്ന ചില ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്, അറിയുക. അവർ കുഴപ്പത്തിൽ തന്നെയാണ് വീണിരിക്കുന്നത്. തീർച്ചയായും നരകം സത്യനിഷേധികളെ വലയം ചെയ്യുന്നതാകുന്നു. ശശികല ടീച്ചർ ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം പഠിച്ചിരിക്കുന്നത് തീവ്രവാദികളിൽ നിന്ന് മാത്രമാണ്. കാരണം തീവ്രവാദികൾ തീവ്രവാദം ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ അതിനെ ജിഹാദ് എന്ന് പറയുന്നു. ഇതുകൊണ്ട് മാത്രമാണ് ശശികല ടീച്ചർ ജിഹാദ് എന്ന വാക്കിന് തീവ്രവാദം എന്ന അർത്ഥം നൽകുന്നത്. മറ്റുള്ള മതങ്ങളിലെ തീവ്രവാദികൾ തീവ്രവാദം ചെയ്യുമ്പോൾ ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നു. ഇത് മാത്രം ശശികല ടീച്ചറുടെ ചെവികളിൽ പെടുന്നില്ല. ഓർക്കുക, തീവ്രവാദം എല്ലാ മതങ്ങളിലും ഉണ്ടെന്നുള്ള സത്യം. ശശികല ടീച്ചർ പറഞ്ഞ ഖുർആൻ വാക്യം നമുക്കൊന്ന് വിശദമാക്കാം. പ്രവാചകൻ മുഹമ്മദ് നബിയും അനുയായികളും തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന വേളയിൽ പ്രവാചകന്റെ അനുയായികളിൽ കുറെ കപട മതവിശ്വാസികളുണ്ടായിരുന്നു. ആത്മാർത്ഥമായി മതത്തെ വിശ്വസിക്കാതെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത കുറെ ഭീരുക്കളുണ്ടായിരുന്നു. അവർ പ്രവാചകനോട് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങളെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കണം, ഞങ്ങൾ യുദ്ധത്തിന് വരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. പ്രവാചകൻ അതിന് മറുപടി കൊടുത്തത്: ആയിക്കൊള്ളട്ടെ, നിങ്ങൾ വരേണ്ട കാര്യമില്ല, നിങ്ങൾ യുദ്ധത്തിന് വരേണ്ട കാര്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇപ്പോൾ ഞങ്ങളുടെ സങ്കേതത്തിൽ സ്ത്രീകളുണ്ട്, രോഗികളായവരുണ്ട്, കുട്ടികളുണ്ട്, അവരുടെ കൂടെ നിങ്ങളും ഇരിക്കുക. നിങ്ങൾ യുദ്ധത്തിന് വരേണ്ട കാര്യമില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായത്തിലെ 83-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പറയുന്ന മറുപടി ഇതാണ്. 49-ാമത്തെ അധ്യായം ശ്രദ്ധിച്ച ടീച്ചർക്ക് 83-ാമത്തെ അധ്യായം കണ്ടില്ല ടീച്ചർ. ഇതിനെയാണ് പറയുന്നത് പച്ച വർഗീയത എന്നത്. ടീച്ചർ ഒരു നാണയത്തിന്റെ ഒരു വശമേ നോക്കുന്നുള്ളൂ, രണ്ടാമത്തെ വശം ടീച്ചർ നോക്കുന്നില്ല. ഇവരെ ടീച്ചർ എന്നാരെങ്കിലും വിളിക്കുമോ? വിഷജന്തു എന്ന് തന്നെ വിളിക്കാൻ പറ്റൂ.